السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. സ്നേഹമുള്ളവരെ, സൂറ അൽ ബഖറയിലെ 208-ാമത്തെ വചനം. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജാതിപ്പേരോ ഒരു വർഗനാമമോ അല്ല. അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം ഉൾക്കൊണ്ട മനുഷ്യരൊക്കെ മുസ്ലിമാണ്. അതിൽ സീനിയറും ജൂനിയറും ഇല്ല. ഒരുത്തൻ മുമ്പേ മുസ്ലിമായി എന്നുള്ളതുകൊണ്ട് പ്രത്യേകതയോ ഇപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഒരു പോരായ്മയോ അല്ല. ആര് ഇസ്ലാമിലേക്ക് വന്ന അവരൊക്കെ മുസ്ലിമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഹിന്ദു ആവാം. പഴയ ഹിന്ദു ആയാലും നായരാവാനോ നമ്പൂതിരി ആവാനോ കഴിയില്ല. അത് ജന്മം കൊണ്ട് കിട്ടേണ്ടതാണ് അവരുടെ ഭാഷ. ഹിന്ദു ആവാൻ പറ്റും. പഴയ മുസ്ലിമിൽ അങ്ങനെ മറ്റൊരു ജാതീയതയോ മറ്റ് തരംതിരിവുകളോ ഇല്ലാത്തത് കൊണ്ട് കെലിമ ചൊല്ലി അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവനൊക്കെ മുസ്ലിമാണ്. പഴയ 2001 സെപ്റ്റംബർ 11 ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 25 കൊല്ലത്തോളായി. മുസ്ലിം എന്ന് പറയുന്ന തീവ്രവാദിയാണ്, ഇസ്ലാം ജിഹാദാണ്, ഇതര മതസ്ഥരെ അപകീർത്തിപ്പെടുത്താനുള്ളതാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രചണ്ഡമായ വാക്കുകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഒരാൾ മുസ്ലിമാണ് എന്ന് പറയുന്നത് ആഘോഷിക്കേണ്ട ഒരു സംഗതിയൊന്നുമല്ല. ഒരാൾക്ക് സത്യമാണ്, ഇസ്ലാം ശരിയാണ് എന്ന് തോന്നിയ ആൾക്ക് മുസ്ലിമായി ജീവിക്കാം. പക്ഷേ ഇപ്പോൾ മീഡിയകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഐ ആം മുസ്ലിം. ന്യൂയോർക്കിൻ്റെ നഗരപിതാവ് മംദാനിയുടെ വാക്കുകളാണ് ഇന്ന് ലോകം ശ്രദ്ധിക്കുന്നത്. കാരണം ഉറങ്ങാത്ത നഗരമെന്നും ലോക തലസ്ഥാനമെന്നും ബിഗ് ആപ്പിൾ എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന സ്ഥലമാണ് ന്യൂയോർക്ക്. UN-ൻ്റെ ആസ്ഥാനവുമാണ്. ടെല്ലവീവ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാർ പാർക്കുന്ന പ്രദേശമാണ് ന്യൂയോർക്ക്. 9% മുസ്ലിങ്ങളുള്ളത്. അവിടെയാണ് എലക്ഷൻ നടക്കുമ്പോൾ. മാത്രമല്ല, സഹ്റാൻ മംദാനി പറഞ്ഞ വാക്ക്, അദ്ദേഹം ഹമാസ് സപ്പോർട്ടറാണ്, ജിഹാദിയാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തന്നെ. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്ക്, ആ ഫലസ്തീൻ ജനതയെ ഈ രൂപത്തിൽ നിഷ്ഠൂരമായി കശാപ്പ് ചെയ്ത ഭരണാധികാരി ന്യൂയോർക്കിൽ വന്നാൽ അറസ്റ്റ് ചെയ്യും എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഈ പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഐ ആം മുസ്ലിം എന്ന് പറയുന്നത് ആഘോഷമായി മാറുന്നത്. ഇന്ന് മുസ്ലിങ്ങൾക്ക് തന്നെ ഇസ്ലാമാണ് എന്ന് പറയാൻ മടിയുള്ളൊരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ജന്മന ഇസ്ലാമിനെ സ്വീകരിച്ച മനുഷ്യന്മാർ. ഇസ്ലാമിൻ്റെ താടി തീവ്രതയുടേതാണ്, മഫ്ത കുട്ടികൾക്ക് ഭയപ്പെടുന്നതാണ് എന്നൊക്കെയാണ് ഇപ്പോഴും പ്രചണ്ഡമായ പ്രചരണങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കാർൽ മാർക്സും ഏംഗൽസും ലെനിനുമൊക്കെ താടി വെച്ച മനുഷ്യന്മാരായി. ആ താടി ഒരു പിന്തിരിപ്പൻ താടിയാണെന്ന് ആരും പറയാറില്ല.
അതൊരു വിഘടനവാദത്തിൻ്റെതാണ് എന്നും പറയാറില്ല. ഇപ്പോഴും പറയില്ല. ഇപ്പം നിങ്ങൾ ഒരു താടി വെച്ച ഒരുത്തൻ നല്ല താടി വെച്ചിട്ടേ അതിൻ്റെ അടിയിലൊരു കെട്ടൊക്കെ ഇട്ട് കാതിൽ രണ്ട് കടുക്കനിട്ട് കഴിഞ്ഞാൽ ആ താടിയും തീവ്രവാദത്തിൻ്റെ താടിയല്ല, അത് പുരോഗമനത്തിൻ്റെ താടിയാണ്. ഓരോരുത്തരും ചെയ്യുന്നതനുസരിച്ചാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്. ഇവിടെ ഈ പോയ വാരത്തിൽ ഒരു യൂട്യൂബർ, നിയമവിദ്യാർത്ഥിയായ യൂട്യൂബർ തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. മരണകാരണം എന്തോ ആവട്ടെ, ഇസ്ലാമിനെ അടയാളപ്പെടുത്തി ജീവിക്കേണ്ടുന്ന തലമുറകൾക്ക് മരിക്കാനുണ്ടാകുന്ന ഒരു കാരണത്തെക്കാൾ ഉപരി ജീവിക്കാൻ ഒരുപായിരം കാരണങ്ങളുണ്ടാവും. പക്ഷെ ആ കാരണങ്ങളൊന്നും ഈ വികാരങ്ങൾ വരുമ്പോൾ വിവേകങ്ങൾ കൊട്ടിയടക്കപ്പെടുകയാണ്. ആ വികാര തള്ളിച്ചയിലാണ് ഇന്ന് നല്ലൊരു ശതമാനം തലമുറ ജീവിച്ചു പോകുന്നത്. അവിടെയാണ് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അള്ളാഹു നമ്മോട് പറയുന്നൊരു വാക്കാണ് ഞാൻ ഓതി വച്ചത്. വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് റബ്ബ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ, നിങ്ങൾ സമ്പൂർണമായി മതത്തിൽ പ്രവേശിക്കണം. എപ്പോഴാണത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കുറച്ച് ജൂതന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവർ ജൂതന്മാരായിരുന്ന കാലത്ത് ഒട്ടകത്തിൻ്റെ പാല് കുടിക്കുന്നതും ഒട്ടകത്തിൻ്റെ മാംസം കഴിക്കുന്നതും അവർക്ക് നിഷിദ്ധമായിരുന്നു. അവർ ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് ഇപ്പോൾ ഒട്ടകത്തിൻ്റെ പാല് കുടിക്കൊന്നും വേണ്ടല്ലോ. ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ ഒട്ടകത്തിൻ്റെ മാംസവും കഴിക്കണ്ട. അപ്പം നമ്മളൊക്കെ നാട്ടിലിപ്പോൾ ജീവിച്ചിട്ട് 10-80 കൊല്ലം ജീവിച്ചിട്ട് ഒട്ടകത്തിൻ്റെ പാൽ കുടിക്കാത്തവരുണ്ടാവും, ഒട്ടകത്തിൻ്റെ മാംസം കഴിക്കാത്തവരുണ്ടാവും. അത് ഇസ്ലാമിന് കുഴപ്പമുണ്ടാക്കുന്ന സംഗതിയൊന്നുമല്ല. അപ്പോൾ ഈ ജൂതന്മാർ തീരുമാനിച്ചു, നമ്മളെ പഴയ മതത്തിലാണെങ്കിൽ അത് ചെയ്ത് തെറ്റാണ്, ഈ മതത്തിലൊരു അനുവാദം മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ശനിയാഴ്ച ശബാത്ത് നാൾ ആചരിക്കുക എന്നുള്ളത് അന്നൊരു പുണ്യമായിരുന്നു. ഇപ്പം ആചരിക്കണ്ടെന്നൊന്നുമില്ലല്ലോ. നമുക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ പോകണം, ശനിയാഴ്ചയോടൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, കുഴപ്പമുണ്ടാവുമൊന്നുമില്ലല്ലോ എന്ന് തീരുമാനിച്ച് ഇങ്ങനെ ഒരു സൈലൻ്റായി ചില ജൂതന്മാർ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ മാംസം കഴിക്കൂല, പാല് കുടിക്കൂല, ശനിയാഴ്ച ഒക്കെ ഒരു ആദരവും കൽപ്പിക്കും. ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഒട്ടകത്തിൻ്റെ പാല് കുടിച്ചെങ്കിലേ മുസ്ലിം ആകുന്നു നമുക്കാർക്കും അഭിപ്രായമില്ല. ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചില്ലെങ്കിൽ ഇസ്ലാമിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ അള്ളാഹ് പറഞ്ഞു, മുസ്ലിമാണോ സമ്പൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. ചിലത് അങ്ങനെ ആയിക്കോട്ടെ, ചിലത് ഇങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു നയം ഇസ്ലാമിലില്ല. പറയുന്നത് നമ്മൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാഥനുമായുള്ള എൻ്റെ ബന്ധം സുദൃഢമാണോ, അവിടെ പോരായ്മകളുണ്ടോ എന്ന് ഞാൻ ആദ്യം പരിശോധിക്കണം. എൻ്റെ നാഥൻ കൽപ്പിച്ച, ഞാൻ മുസ്ലിം ആവണമെങ്കിൽ എൻ്റെ നാഥൻ റബ്ബാണ്, അവനാണ് ഈ പ്രപഞ്ചനാഥൻ എന്നും സൃഷ്ടാവ് എന്നും വിശ്വസിക്കുമ്പോഴാണല്ലോ, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് ഞാൻ പറയുമ്പോഴാണല്ലോ കലിമത്ത് ഷഹാദത്ത് ഉച്ചരിക്കുന്നത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ആ റബ്ബുമായുള്ള ബന്ധത്തിന് വല്ല തടസ്സവാദങ്ങളുമുണ്ടോ? അത് റെഡിയായി കഴിഞ്ഞാൽ അള്ളാഹ് നമ്മളോട് രണ്ടാമത് പറഞ്ഞ വാക്ക് വബിൽ വാലിദൈനി ഇഹ്സാനൻ എന്നാണ്. ഞാൻ ഉണ്ടായത് പടച്ചറബ്ബാണെങ്കിലും ഭൗതികമായതിൻ്റെ കാരണക്കാരൻ്റെ മാതാപിതാക്കളാണ്. ഞാൻ ഈ ഭൂമിയിൽ ജനിക്കാനുള്ള കാരണം ഭൗതികമായ എൻ്റെ മാതാപിതാക്കളാണ്. എനിക്ക് സൃഷ്ടികർമ്മം നൽകിയത് അള്ളാഹു ആണെങ്കിലും അതുകൊണ്ട് രണ്ടാമത് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് സുഹൃതം ചെയ്യണം എന്ന് അള്ളാഹ് പറഞ്ഞു. എൻ്റെ മാതാപിതാക്കളുമായുള്ള എൻ്റെ ബന്ധം എത്രത്തോളം ശക്തമാണ്? മതപരമായ ബന്ധം തുടർന്നു പോയാൽ ഞാൻ വിജയിക്കുന്നവനാകുമോ? ഇപ്പൊ പോകുന്ന രൂപത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് പരാജിതരുടെ കൂട്ടത്തിലാകുമോ? പിന്നെ
ജീവിതത്തിന് അലകും പിടിയും കിട്ടാൻ വേണ്ടി നമ്മൾ വിവാഹം കഴിച്ചു. ആ വിവാഹത്തിലൂടെ എൻ്റെ സഹധർമ്മിണിയായി ജീവിതത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയോട് ഞാൻ ചെയ്യുന്നത് ഇസ്ലാമികമായ കടപ്പാടുകളൊക്കെ പാലിച്ചിട്ടുണ്ടോ? ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ടോ? എൻ്റെ മക്കൾ, എൻ്റെ അയൽവാസികൾ, എൻ്റെ സമൂഹം, ഇങ്ങനെ ഓരോരുത്തരെയും നിർത്തേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇസ്ലാമാണ് എന്ന് പറയുന്ന അർത്ഥം ഉണ്ടാവുക. കേവലം മനുഷ്യർ ചില ചടങ്ങുകളും കാട്ടിക്കൂട്ടലുകളും നടത്തിയത് കൊണ്ട് മാത്രം ആവില്ല. മറിച്ച് പൂർണ്ണമായി അള്ളാഹുവിലേക്കാണ് സമർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിസ്സഹായത ഒരു ബോധ്യപ്പെടൽ കൂടിയാണ്. ഒറ്റ ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ 7 കുട്ടികളിൽ 6 കുട്ടികളും മരിച്ചുപോയി. മകൾ ഫാത്തിമ മാത്രമാണ് റസൂലുള്ള വഫാത്താകുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഏക സന്താനം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു കുട്ടി മരിച്ചു പോവാന്ന് പറഞ്ഞാൽ അത് ആ മനുഷ്യനുണ്ടാക്കുന്ന വേദന നമ്മുടെ വാക്കുകൾക്കപ്പുറത്താണ്. ഏറെ പ്രതീക്ഷയോടെ ഓരോ കുഞ്ഞുങ്ങൾ പിച്ച വെച്ച് നടന്നിങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞാണ് മരിച്ചു പോവുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുടെ ആഴമുണ്ട്. എന്നാൽ അതേ റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചു. ഒരടിമയുടെ കുട്ടി മലക്ക് റൂഹ് പിടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് അവരോട് അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യം പറയുന്നുണ്ട്. ഖബൽതും വലദ അബ്ദി, എൻ്റെ അടിമയുടെ കുട്ടിയുടെ റൂഹ് നിങ്ങൾ പിടിച്ചോ? അപ്പം മലക്കുകൾ പറഞ്ഞു പിടിച്ചു. അവരുടെ മരിക്കാൻ സമയമായപ്പോൾ അവരുടെ റൂഹ് പിടിച്ചു. ചോദിക്കുന്ന ചോദ്യം മാതാ കാല അബ്ദി, ആ കുട്ടി മരിച്ചു പോയപ്പോൾ എൻ്റെ അടിമ എന്താണ് പറഞ്ഞത്? ഇനിയും കൂടിയാണ് എടുത്ത ആളാ. ഞാൻ ആകെ പ്രതീക്ഷ ആ കുട്ടിയേനി ഓനജ് മരിപ്പിച്ചില്ലേ, ഇന്നെന്തിനാ ഈ ദുന്യാവിൽ ബാക്കി വെച്ചത്? എൻ്റെ മയ്യത്തും കെട്ടിൽ ഏറ്റേണ്ടവനല്ല അവൻ, അവൻ്റെ മയ്യത്തും കെട്ടിൽ ഞാൻ ഏറ്റേണ്ടി വന്നില്ലേ? ഇങ്ങനെ വിലപിച്ച് പറഞ്ഞുവോ? അവൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോ സൂചിപ്പിക്കുന്നത് മലക്കുകൾ പറഞ്ഞു ഹമിദക്, അവർ നിന്നെ സ്തുതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വസ്തർജ, ഇസ്തിർജാവും ചൊല്ലി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നും പറഞ്ഞു. കുട്ടി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിയെ ഇത്രകാലം നോക്കാനേ അള്ളാഹ് വിധി തന്നിട്ടുള്ളൂ. ഇനിയും അള്ളാഹു സന്താനത്തെ തരാൻ കഴിവുള്ളവനാണ്. അങ്ങനെ അവൻ്റെ പ്രതീക്ഷയിലൂടെ, പ്രത്യാശയിലൂടെ, പ്രാർത്ഥനയിലൂടെ അതിന് ബാക്കി സന്താനങ്ങളെ നിലനിർത്തിയതിനും ആരോഗ്യം നൽകിയതിനൊക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. പിന്നെ ഈ കുട്ടി പോയ പോലെ നമ്മളും പോകാനുള്ളവരാണല്ലോ എന്ന് ഇസ്തിർജാവും ചൊല്ലി. എന്ന് പറഞ്ഞാൽ അവൻ ശാരീരികമായ ആരോഗ്യമുള്ളവനേക്കാൾ മതകീയമായി ആത്മീയമായ ആരോഗ്യമുള്ളവനാണ് അവൻ. ഇപ്പൊ റസൂലിന്റെ 6 കുട്ടികൾ മരിച്ചു പോയിട്ടും ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ ഇങ്ങനെ ആരും മിണ്ടാതിരുന്നോ? ദിവസങ്ങളോളം വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്നോ? ആരോടൊന്നും ഇറങ്ങാതെ ഒരു ഏർപ്പാടിനും പോകാതെ കഴിഞ്ഞുകൂടി ഇല്ലല്ലോ. എന്തുകൊണ്ടാണത്? അത് ആത്മീയമായ ശക്തിയാണ്. മനുഷ്യന് 2 ശക്തിയുണ്ട്. ഒന്ന് ഈമാനിൻ്റെ ശക്തിയാണ്, ഈമാൻ മനുഷ്യൻ നൽകുന്ന ശക്തിയുണ്ട്. രണ്ടാമത്തത് ജീവിതത്തിൽ പങ്കാളികളും ഇണതുണകളും നൽകുന്ന ശക്തിയുണ്ട്. ഹിറാ ഗുഹയിൽ നിന്ന് റസൂലുള്ള പേടിച്ച് ചെന്നപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ നൽകുന്ന ഒരു ശക്തിയുണ്ട്. കല്ലാ വല്ലാഹി മാ യുഹ്സിക അല്ലാഹു അബദൻ, അള്ളാഹു ഒരിക്കലും നിങ്ങളെ കയ്യൊഴിക്കുകയില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണ്, ഇങ്ങനെ സ്വാതന്ത്ര്യം ചെയ്ത് എന്തൊക്കെയാണ് ഖദീജ ബീവി നബിയെക്കുറിച്ച് പറഞ്ഞത്, അത് ചേർത്ത് നിർത്തലാണ്. അപ്പൊ ഈ കുട്ടികൾ മരിച്ചു പോകുമ്പോൾ അള്ളാഹുവിലുള്ള ആ പ്രതീക്ഷയുണ്ടല്ലോ. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ജീവിതത്തിൽ നമുക്ക് വൈകാരിക തലങ്ങളിൽ ഒരുപാട് കാരണങ്ങൾ വരും. പക്ഷെ ആത്മീയമായ ശക്തി നേടിയെടുത്തെങ്കിലേ അതിൽ പിടിച്ചു നിൽക്കാനും
പതറിപ്പോവാതിരിക്കാൻ നമുക്ക് മാർഗമുണ്ടാകുന്നുള്ളൂ, വഴി കണ്ടെത്തുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുട്ടികളൊക്കെ മരിച്ചിട്ടും പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ. പടച്ചവനെ, ദുഃഖങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. സഹിക്കാൻ കഴിയാത്ത മനപ്രയാസങ്ങൾ ഉണ്ടാവുക, താങ്ങാൻ കഴിയാത്ത ദുഃഖങ്ങൾ ഉണ്ടാവുക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന്. അപ്പോൾ ഒരടിമയുടെ കുട്ടി മരിച്ചു, അവൻ്റെ റൂഹ് പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ചോദിക്കുകയാണ്, എന്താണ് എൻ്റെ അടിമ പറഞ്ഞത്? അവൻ നിന്നെ സ്തുതിക്കുകയും ഇസ്തിർജാഹ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അള്ളാ പറയുന്നൊരു വാക്കുണ്ട്, എങ്കിൽ ഇബ്നൗ ലി അബ്ദി ബൈതം ഫിൽ ജന്ന, ആ അടിമക്ക് നിങ്ങൾ സ്വർഗത്തിൽ വീടൊരുക്കിക്കോളും. ഒരു കുട്ടി മരിച്ചപ്പോൾ സമചിത്തത കൈവിടാതെ, വികാരത്തിന് അടിമപ്പെടാതെ, ക്ഷോഭങ്ങളൊന്നുമില്ലാതെ വളരെ ശാന്തായിരുന്നു അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിവുള്ളൊരു വിധത്തിൽ എൻ്റെ അടിമ എത്തിയിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗത്തിൽ വീടൊരുക്കിക്കോളും. സമ്മാഹു ബൈത്തൽ ഹംദ്, ആ വീടിന് ഹംദിൻ്റെ വീട് എന്ന് പേര് കൊടുക്കാനും പറയും എന്ന് റസൂലുള്ളാഹി വിശദീകരിക്കുക. അപ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്ന എന്താ വെച്ചാൽ, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്, എനിക്ക് ചെയ്യാൻ പാടുള്ളത് എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയണം. ഇപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ചെന്നപ്പോൾ അബൂ ഉമാമ എന്ന് പറഞ്ഞ സഹാബി പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂൽ ചോദിച്ചു, അബൂ ഉമാമ, എന്താണ് ഈ നേരത്ത് ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുന്നത്? നമസ്കാരത്തിന് വരേണ്ട സമയമൊന്നും അല്ലല്ലോ, നമസ്കാരത്തിന് സമയമൊന്നും ആയില്ലല്ലോ, ഈ സമയത്ത് എന്താണ് മാലി അറാക്ക ജാലിസം ഫിൽ മസ്ജിദ്, എന്താ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കണായിട്ട് എന്നെ കാണുന്നുണ്ടല്ലോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ, മനസ്സിൽ വല്ലാത്ത പ്രയാസം. എന്തിനാണ് പ്രയാസം? വദുയൂനുൻ ലസിംതനി, കടങ്ങളുണ്ട്, ഒരുപാട് കടം കൊടുക്കാനുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയ കടം വാങ്ങാനുള്ള അല്ലെങ്കിൽ കടം കൊടുക്കാനുള്ള പാർട്ടിയെ കാണുമല്ലോ. പുറത്തിറങ്ങാൻ കഴിയാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ നിർബന്ധിതനായതാണ്. അതുകൊണ്ട് പള്ളിയിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്, ഒരു മനസന്തോഷം കിട്ടാനും തൻ്റെ സങ്കടങ്ങൾ റബ്ബിനോട് പറയാനും വേണ്ടി വന്നിരിക്കുക, കടം കൊണ്ട് വന്നിരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫല ഉഅല്ലിമുക കലാമൻ, അബൂ ഉമാമ, എനിക്ക് ഞാൻ ചില വാക്ക് പഠിപ്പിച്ചു തരട്ടെ. നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നിന്റെ ക്ലേശങ്ങളൊക്കെ ദൂരീകരിച്ചു തരികയും വഖലാ അൻക ദൈനുക്, നിന്റെ കടം വീട്ടി തരികയും ചെയ്യും. അപ്പോ സ്വാഭാവികമായിട്ടും ആളുകൾ ആഗ്രഹിക്കുമല്ലോ, എന്താണ്? അപ്പോഴാണ് റസൂലുള്ളാഹി ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വ അഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വ അഊദു ബിക മിൻ അലബത്തി ദൈൻ. കടത്തിൻ്റെ ആധിക്യം, ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഓരോന്നോരോന്നായിട്ട്, മടിയിൽ നിന്ന്, അലസതയിൽ നിന്ന്, ഭീരുത്വത്തിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, ക്ലേശങ്ങളിൽ നിന്നൊക്കെ റബ്ബിനോട് ശരണം തേടിയിട്ട് ജനങ്ങൾ മനുഷ്യനെ വന്നിട്ട് ഈ കടം കൊണ്ട് പൊറുതിമുട്ടിക്കുന്ന അവസ്ഥയെ തൊട്ടും ശരണം തേടും. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നിന്റെ കടം വീടും, നിന്റെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളില്ലാതാവും എന്ന് നമ്മളിപ്പോൾ പറയുമ്പോൾ, എന്നാ പിന്നെ കടം വീടായി പ്രാർത്ഥന ചൊല്ലിയാൽ പോരെ എന്ന് ആൾക്കാർ ചോദ്യം ഉണ്ടാവുമല്ലോ. ലക്ഷങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, എന്നിട്ട് ഈ പ്രാർത്ഥന ചൊല്ലുക. അപ്പോൾ ഏത് വാഹനം എടുക്കുക, എത്ര വലിയ കൊട്ടാരം ഉണ്ടാക്കുക, ഒന്നും ഉണ്ടാവും, ഒരു പ്രശ്നമില്ല, കടം വീടെന്ന് പറഞ്ഞാൽ. ഇവിടെ വിഷയം കാര്യങ്ങൾ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറഞ്ഞതാണ് നിങ്ങളിത് ചൊല്ലിയ കടം വീടും റസൂലുള്ളാഹി പഠിപ്പിച്ചാൽ. എങ്ങനെയാ കടം വീടുക എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയല്ല, കടം വീട്ടുക അള്ളാഹ് നോക്കിക്കോളും. ഏതുപോലെ അറിയങ്ങൾ, നമസ്കാരത്തിന് സെഫ് ശരിയാക്കിയാൽ നിങ്ങൾക്ക് ഐക്യമുണ്ടാകും. സെഫ് ശരിയാക്കിയില്ലാതെ നിസ്കരിക്കാൻ ഐക്യം ഉണ്ടാവും. സെഫ് ശരിയാക്കുന്നു ഐക്യവും തമ്മിൽ എന്താ ബന്ധം? നമ്മളെ യുക്തിയൊന്നും കിട്ടൂലല്ലോ. സെഫ് ശരിയാക്കിയോണ്ട് എങ്ങനെ ആളുകൾക്കിടയിൽ ഐക്യം ഉണ്ടാവുക? നമുക്ക് അങ്ങനെയാ തോന്നുക. പക്ഷേ സെഫ് ശരിയാക്കണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്.
ഐക്യം ഉണ്ടാക്കുക എന്നുള്ള അള്ളാഹ് ചെയ്യേണ്ട പണിയാണ്. നമ്മളോട് പറഞ്ഞ പണി നമ്മൾ എടുത്താൽ മതി. അത് എങ്ങനെയാന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയില്ല. അത് ശരി, 10 ലക്ഷം കടണ്ട്, എന്നാ ഈ പ്രാർത്ഥനയിൽ കുത്തിരുന്നാ പോരെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്തെന്നാ? നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണ്. അത് ചെല്ലണമെങ്കിൽ ആ പ്രാർത്ഥന മനസ്സെന്ന് വരണമെങ്കിൽ ആ പ്രാർത്ഥനാ നിർഭരമായൊരു മനസ്സ് വേണം. ജീവിതത്തിൽ എന്തും അങ്ങനെയാണ്. അള്ളാന്റെ റസൂല് കൽപ്പിച്ചിട്ടുണ്ടോ അത് സ്വീകരിച്ചാൽ എനിക്ക് ദുന്യാവിലും ആഖിറത്തിലും ഖൈറുണ്ടാവും. ഒരു വിശ്വാസി വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ വിശ്വസിച്ചെങ്കിലേ ഇതിന് സഫലമാവുള്ളൂ. അല്ല നമ്മളതിൻ്റെയൊക്കെ യുക്തി ഇങ്ങനെ ആലോചിച്ച് അതുകൊണ്ട് എങ്ങനെയാ ഇത് ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ട് ഇതെന്താ പരിഹാരം, നമ്മളിതിനെ പണിയെടുക്കണ്ടേ, നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചെങ്കിലല്ലേ കടം കൂടുന്നു നമ്മൾ ചിന്തിക്കാൻ തിരിഞ്ഞാൽ നമ്മുടെ കാര്യം നമ്മളാണ് നോക്കുന്നത് എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാചകം കൂടി നിങ്ങളെ മനസ്സിലുണ്ടാവണം. അല്ലാഹുമ്മ, ആ റിവായത്ത് ഇങ്ങനെയാണ്, അസ്തഈസു അസ്ലിഹ് ലി ശൈനി കുല്ല, പടച്ചോനെ ഞാൻ നിന്നോട് എൻ്റെ കാര്യങ്ങളൊക്കെ നന്നാക്കി തീർക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐനിൻ, എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത് നാഥ, എൻ്റെ കാര്യം ഇജ്ജ് നോക്കിക്കോ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കരുത്. ഒരു കണ്ണ് ഇമ വെട്ടുന്ന സമയം പോലും എന്നെ ഏൽപ്പിക്കരുത്. എല്ലാം നിന്റെ കയ്യിൽ ഭദ്രമാണ്, എന്നെ നീയാണ് സംരക്ഷിക്കേണ്ടത്, എൻ്റെ കാര്യം എന്നിൽ ഏൽപ്പിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പം നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ അർത്ഥിക്കുകയും അപേക്ഷിക്കുകയും അള്ളാഹുവാണ് യജമാനൻ എന്ന് നാവുകൊണ്ട് പറയുന്നത് പോരാ, ജീവിതത്തിൽ അതിനെ അടയാളപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയും അത് ആനന്ദകരമായി തീരുകയും ചെയ്യുക. അത്തരമുള്ള ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ പ്രതീതിയായി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.